നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും നമ്മൾ നേരം പുലരുമ്പോൾ ഇത് നമ്മൾ പറഞ്ഞ് മടുത്ത ഒരു കാര്യമാണെങ്കിൽ പോലും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥ. സംശയരോഗിയായിട്ടുള്ള ഭർത്താക്കന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം അതുപോലെ തന്നെ ഭാര്യമാരെ തീർക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്നു, ഭർത്താക്കന്മാരെ തീർക്കാനായി കച്ചകെട്ടി ഇറങ്ങുന്നു, സ്വന്തം മക്കളെ തീർക്കാൻ ഇറങ്ങുന്നു. അങ്ങനെ കൊലപാതകങ്ങളുടെ വമ്പൻ വാർത്തകൾ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും സമാനമായ രീതിയിൽ സംശയരോഗിയായ ഒരു ഭർത്താവ് ഭാര്യയെ വെട്ടി നുറുക്കിയിരിക്കുകയാണ്. ആരും അറിയാതിരിക്കാനായി പുതപ്പ് മൂടി ഉറങ്ങുകയാണ്. അമ്മയ്ക്ക് വയ്യ, പനിയാണ്, ഉറങ്ങുകയാണ്, നിങ്ങൾ സ്കൂളിൽ പോയിട്ട് വരൂ, അമ്മയ്ക്ക് എല്ലാ അസുഖവും ഭേദമാകുമെന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് സ്കൂളിലേക്ക് അയച്ച അച്ഛൻ. എങ്ങനെ നമുക്ക് കാണാം ഈ ഒരു വാർത്തയെ? ഇതും ഒരു പെട്ടെന്നുള്ളൊരു പ്രകോപനം അല്ലെങ്കിൽ ഒരു സംശയത്തിൻ്റെ പേരിൽ നടന്നിട്ടുള്ളൊരു കൊലപാതകമാണ് എന്ന് പറയാം. നേമം കല്ലിയൂർ പുന്നമൂട് ഭാഗത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ബിൻസി എന്ന് പറയുന്ന 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. 2 മക്കളുണ്ട് ഇവർക്ക്. ഭർത്താവായിട്ടുള്ള സുനിൽ 40 വയസ്സാണ്. ഇപ്പോൾ നേമം പോലീസാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം നടക്കുന്നത്. വ്യാഴാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടെത്തുന്നത്. ഈ ബിൻസി എന്ന് പറയുന്ന യുവതി ഹരിതകർമ്മസേന അതിനൊക്കെ പോകുന്നതാണ്. അവരാണ് സത്യം പറഞ്ഞ കുടുംബം കഷ്ടപ്പെട്ട് നോക്കുന്നത്. ഒരു വീടിൻ്റെ ഫോട്ടോ ഒക്കെ അവരുടെ പുറത്ത് വന്നിട്ടുണ്ട്. വളരെ ഒരു ചെറിയൊരു വീട്, ഒരു ഷീറ്റിട്ട ഒരു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. 2 മക്കളുണ്ട്. മക്കളെയൊക്കെ തന്നെ ദിവസവും ബിൻസിയാണ് സ്കൂളിൽ കൊണ്ടാക്കുന്നതും അതിനുശേഷം അവർ ഈ ജോലിക്ക് പോകുന്നതൊക്കെ തന്നെ. ഈ പറയുന്ന സുനിലിനെ കൂലിപ്പണിക്കാരനാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ കൃത്യമായിട്ട് പോകുന്നില്ല, ജോലിക്കൊന്നും പോകുന്നില്ല. മാത്രമല്ല ഇയാൾ ലഹരിക്ക് അടിമയാണ്. പലപ്പോഴും ഇന്നലെയൊക്കെ നാട്ടുകാരുടെയൊക്കെ ഒരു ബൈറ്റൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് ഇയാൾ ലഹരിക്ക് അടിമയാണ്. പലപ്പോഴും വീട്ടിലെ ഒരു കുടുംബകലഹം ഉണ്ടാകാറുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതും പ്രധാനമായിട്ട് സംശയം, അതിൻ്റെ പേരിലാണ് ഈ ഒരു സംഭവം. എപ്പോഴും ആ ഒരു വീട്ടിൽ കലഹം നടക്കുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുപോലെ ഒരു പരിപാടി അവർക്ക് ഉണ്ടായിരുന്നു, എന്തൊരു മരണാനന്തര ചടങ്ങ് ബന്ധുവിൻ്റെ. അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ബിൻസി ഫോണിൽ വിളിക്കുകയായിരുന്നു. ആരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്ത് പക്ഷെ മക്കളത് കണ്ടിട്ടില്ല. ഈ ഫോണിൽ ഒരാളെ വിളിച്ച് സംസാരിച്ചിരിക്കുന്നത് കണ്ടു. പെട്ടെന്ന് അതിനെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. ഇയാൾ കൂലിപ്പണിക്കാരനായതുകൊണ്ട് തന്നെ ഈ ഒരു കോടാലി, മരം മുറിക്കുന്ന ഒരു കോടാലി ഉപയോഗിച്ചിട്ടാണ് വെട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊന്നും പിന്നെ പുറത്ത് വന്നിട്ടില്ല. ഇതിൽ എന്തായാലും പറയുന്നത് വീണ്ടും തുരുതുരാ വെട്ടിയിട്ട് ഒരു ചെവിയുടെ ഒരു ഭാഗം ഇത്രത്തോളം അങ്ങ് അറ്റുപോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷം കൊലപാതകം നടത്തി ആ ഒരു മൃതദേഹം അവിടെ സാധാരണ പോലെ തന്നെ കട്ടിലിൽ മൂടി പുതച്ച് ഇട്ടിരിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ കുട്ടികൾ ഉണർന്നു. അപ്പോൾ അവർ തീർച്ചയായിട്ടും അവർ അമ്മേനെ അന്വേഷിക്കും. അപ്പോൾ ഇയാൾ പറഞ്ഞത് അമ്മയ്ക്ക് പനിയാണ്, അമ്മയെ വിളിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ കുട്ടികളെ ഒരുപക്ഷെ ആ മുറിയിലോട്ട് കടക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവില്ല. ഈ മൃതദേഹം മൂടിയിട്ടേക്കുവാണ്. എന്നിട്ട് ഈ സുനിലാണ് രാവിലെ കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കിയത്. അപ്പോൾ അധ്യാപകരോട് പറയുകയും ചെയ്തു, കാരണം എന്നും ബിൻസിയാണ് കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുന്നത് ഭക്ഷണമൊക്കെ ആയിട്ട്. അപ്പോൾ ബിൻസിക്ക് പനിയാണ്, വയ്യ, അതുകൊണ്ടാണ് കുട്ടികളെ താൻ സ്കൂളിൽ കൊണ്ടാക്കിയതെന്ന് പറഞ്ഞു. പ്രഭാത ഭക്ഷണം കുട്ടികൾക്കുള്ളത് പുറത്തുനിന്നൊരു ഹോട്ടലിൽ നിന്ന് വാങ്ങി സ്കൂളിൽ കൊണ്ടു കൊടുക്കുകയൊക്കെ തന്നെ ചെയ്തു. അതിനുശേഷം ഇയാൾ തിരിച്ചെത്തി അവിടെയുള്ള ഇവരുടെ സമീപത്തുള്ളൊരു ആളൊഴിഞ്ഞൊരു വീട്ടിൽ അയാൾ ഒളിച്ചിരിക്കുകയായിരുന്നെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇത് പുറത്തറിഞ്ഞത് തൊട്ടപ്പുറത്തെ വീട്ടിൽ കുട്ടി എന്തൊരു പഞ്ചസാര വാങ്ങാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പോഴാണ് കുറേ തവണ കൊട്ടിയിട്ട് വിളിച്ചിട്ടും കേൾക്കുന്നില്ല. ഈ കുട്ടി അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുന്ന മിൻസിയുടെ മൃതദേഹം അവിടെ ഉണ്ട്. അപ്പോൾ ഈ കുട്ടി വിളിച്ചിട്ട് അനക്കമില്ലാത്തപ്പോൾ ഇത് ഈ ബെഡ്ഷീറ്റ് എന്തുകൊണ്ടാണ് മൂടിയിരിക്കുന്നത് അറിയില്ല, അത് മാറ്റിയപ്പോഴാണ് ഇത്തരത്തിൽ രക്തം വാർന്ന് മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. ആ കുട്ടിയുടെ മാനസികാവസ്ഥ സത്യം ഞാനും ഈ വാർത്ത കണ്ടപ്പോൾ ഞാനും ആലോചിച്ചു, ശരി നമ്മൾ പെട്ടെന്ന് ഒരു ഇത്രയും പ്രായമായിട്ട് നമ്മളിത് പെട്ടെന്ന് കാണുമ്പോൾ ആർക്കായാലും അതൊരു ഷോക്കായിരിക്കും. കാരണം അത്രയും ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്ന, കഴുത്തിലാണ് മുറിവെന്ന് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളമാണ് ആ ഒരു മൃതദേഹത്തിൻ്റെ അവസ്ഥ എന്നുള്ളത്. ഈ കുട്ടിയാണ് അതിനുശേഷം അവിടെ നിന്ന് ഓടിപ്പോയി വീട്ടിലും അതുപോലെ തന്നെ മറ്റുള്ള നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ച് അവരെത്തി. അപ്പോഴും നാട്ടുകാർ ഇയാളെ അപ്പോഴേക്കും കണ്ടുപിടിച്ചു. ഇയാളെയും കൂട്ടിയാണ് അപ്പോഴും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയത്. അപ്പോഴേക്കും മരിച്ചിരുന്നു. പിന്നീടാണ് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ പോലീസ് വന്ന് സംശയം തോന്നി ചോദ്യം ചെയ്യപ്പോൾ അപ്പോൾ തന്നെ സമ്മതിക്കുകയായിരുന്നു. പ്രധാന കാരണം ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പുറത്തു വന്നിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഫോൺ വിളിയെ ചൊല്ലിയുള്ള ഒരു സംശയം അതുപോലെയൊക്കെ തന്നെയാണെന്നാണ്. പക്ഷെ നാട്ടുകാർ പറയുന്നു നിരന്തരം ഈ സ്വന്തം മക്കളെ അടക്കം എന്നും ഉപദ്രവിക്കാറും തല്ലാറുണ്ടെന്ന് പറയുന്നുണ്ട്. നിരന്തരം ഈ വീട്ടിൽ കലഹം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നുള്ള നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വരുമ്പോൾ പറയുന്നതാണ് ഇന്നൊരു ക്രിമിനൽ പശ്ചാത്തലമൊന്നും വേണ്ട, ഒരു ദേഷ്യം വന്നു ഒന്നും കൊല്ലുകയാണ്. അതും ഇന്നലെ വരെ തൻ്റെ കുട്ടികളുടെ അമ്മയാണ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാണ് എന്നൊന്നും നോക്കാതെ പെട്ടെന്നുള്ളൊരു ഇതിൻ്റെ പേരിൽ
കൊല്ലുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള ഒരു പരിഹാരം എന്ന് പറയാം. തീർച്ചയായിട്ടും ഇതിപ്പോൾ ഒന്നും രണ്ടാമത്തെയും കേസ് അല്ലല്ലോ. നിരന്തരം ഭാര്യമാരെ സംശയത്തിന് നിലയിൽ കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ മൊബൈൽ ഫോണിന്റെ അതിപ്രസരം ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഈ മറ്റ് അവിഹിത ബന്ധങ്ങളും മറ്റ് ഫോൺ കോളുകളും. അതായത് നമുക്കറിയില്ല എങ്ങനെയാണ് ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ഈ പെൺകുട്ടി ബിൻസിക്ക് മറ്റ് ബന്ധം എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് അറിയില്ല. പക്ഷെ അങ്ങനെ ഇപ്പോൾ ഉണ്ടായെങ്കിൽ തന്നെ ഇയാൾ ഇങ്ങനെ ക്രൂരമായി കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ സത്യത്തിൽ ഭയമാണ് തോന്നുന്നത്. ഇതിനു മുമ്പും സംശയം ആരോപിച്ച് സ്വന്തം ഭാര്യയെ കുത്തിക്കൊന്ന ഒരു മരംവെട്ടുകാരനെ അറിയാം. മാത്രമല്ല 2018 സ്വന്തം ഭാര്യയെ കാമുകിയോടൊപ്പം 57 വയസ്സുകാരിയായ കാമുകിയോടൊപ്പം ജീവിക്കാൻ 46 വയസ്സുകാരൻ 33 വയസ്സുകാരി കൊന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതും മരപ്പണിക്കാരനായിരുന്നു. അയാളും ഈ ഭാര്യയുടെ കൊലപാതകം അതൊരു ആത്മഹത്യയാണ് എന്ന് വരുത്തീർക്കാൻ ശ്രമിച്ച ശ്രമം കോടതിയിൽ പോലീസ് തെളിയിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതായത് കൊലപാതകമാണ് എന്ന് തെളിയിക്കുകയായിരുന്നു. അതായത് ഡോക്ടറിന് തോന്നിയ ഒരു സംശയമായിരുന്നു അത് കൊലപാതകത്തിലേക്ക് നയിച്ചത്. അത് ഈ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന കെട്ട് അത് ഈ തടിക്കഷ്ണങ്ങളിൽ കെട്ടുന്ന കെട്ടാണ്, സാധാരണ രീതിയിലുള്ള കെട്ടല്ല, തടിപ്പണിക്കാരന് മാത്രം കെട്ടാന്ന് അറിയുന്ന ഒരു നോക്കായിരുന്നു കഴുത്തിലുണ്ടായിരുന്നതെന്ന് മനസ്സിലാക്കിയ പോലീസാണ് അതിൽ നിന്നും കൊലപാതകമാണെന്ന് വ്യക്തമാകുന്നത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടെയും സംഭവ വികാസം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രകോപനത്തിൽ ഇങ്ങനെ വെട്ടി നുറുക്കി അങ്ങ് പിരുത്തുക എന്ന് നമ്മൾ സാധാരണ നാടൻ ഭാഷ പറയും, വെട്ടി പിരുത്ത് കളഞ്ഞു എന്നൊക്കെ പറയില്ലേ, അതുപോലെ അങ്ങ് വെട്ടി നശിപ്പിച്ച് കളയുകയാണ് ആ ഒരു അമ്മയെ. ആ കുട്ടികൾക്കുണ്ടാവുന്ന മനോവിഷമം, അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ ആ ദൃക്സാക്ഷിക്കുണ്ടായ മനോവിഷമം എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം തന്നെയാണ്. കാരണം നമ്മുടെ സംസ്ഥാനത്തെ, നമ്മുടെ രാജ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ക്രമസമാധാനം താളം തെറ്റി കിടക്കുവാൻ തുടങ്ങിയിട്ട് കുറേ അധികം നാളുകളായിരിക്കുകയാണ്. അത് കഞ്ചാവ് ഉപയോഗിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചും അമ്മ ഏതാണ്, പെങ്ങൾ ഏതാണ്, സഹോദരി ഏതാണ്, ഭാര്യ ഏതാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത് ആളുകളുടെ ചിന്താഗതി പോലും താളം തരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇനിയും സമാനമായ വാർത്തകൾ നമ്മൾ കേൾക്കേണ്ടി വരും. ഇതുപോലെ നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഇല്ല എന്നാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ പിള്ളേര് നമ്മളൊക്കെ ഇപ്പോഴത്തെ തലമുറ പ്രേമിക്കുമ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള സംശയത്തിന്റെ പേരിലൊക്കെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ എല്ലാവരും ഈ മുതിർന്നവരൊക്കെ ഉപദേശിക്കുന്നതാണ്, എന്താ പറയുക, വളരെ മെച്ചുവേർഡ് അല്ലാത്ത പ്രണയം, അതുപോലെ തന്നെ പോസസീവ്നെസ് അത് കൂടുതലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നത്, കുട്ടികളിൽ അറിയാത്തവർ പ്രണയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് പല പല രീതിയിലുള്ള കമന്റുകൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്ക്, ഇവർ അത്യാവശ്യം പ്രായം ചെന്നിട്ടുള്ള ആളുകളാണ്, ഇവർക്ക് 2 കുട്ടികളുണ്ട്. ഇത് തന്നെയാണ് അവിടെയും കാരണം. അത് വേറൊരു ഭാഷയിൽ ഇവിടെ പറയുന്നു എന്ന് മാത്രം, ഈ ഒരു സംശയം ഒരു ഫോൺ വിളി എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു എന്ന് മാത്രം. കണ്ണൂരാണ് നമ്മൾ ഇതിനു മുൻപ് നമ്മൾ തന്നെ അത് ചർച്ച എടുത്തിട്ടുണ്ട്. ഇത്തരത്തിൽ അത് കൂട്ടുനിന്നിട്ട് ഭർത്താവിനെ കൊലപ്പെടുത്തി, ഭാര്യയുടെ കാമുകനും കൂടെ ചേർന്നിട്ട് ഭർത്താവിനെ കൊലപ്പെടുത്തി. പലപ്പോഴും ഭർത്താവ് അത് വാണിംഗ് ചെയ്തതാണ്, പക്ഷെ അവർക്ക് ആ ബന്ധം തുടർന്ന് പോകണം എന്നുള്ളത് കൊണ്ട് അതിനൊരു തടസ്സമായി നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭർത്താവിനെ കൊലപ്പെടുത്തി. നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പല്ല അന്ന് മീററ്റിലൊക്കെ നടന്നത് ഇത്തരത്തിൽ കാമുകന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട് നേവിക്കാരനായിട്ടുള്ള ഒരു ഭർത്താവിനെ കൊന്ന് വീപ്പയിലെ കഷ്ണങ്ങളാക്കിയിട്ട് തള്ളുന്ന സംഭവം ഹണിമൂണിന് പോയപ്പോൾ ബിസിനസ്മാനായ ഭർത്താവിനെ കൊന്ന കാമുകി. അങ്ങനെ കാമുകിമാർ കാരണം ഭർത്താവിന്റെയും ഭാര്യമാരുടെയും അതുപോലെ തന്നെ കാമുകന്മാർ കാരണം ഭർത്താവിന്റെയും ഒക്കെ ജീവൻ പോകുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ഇതിനുള്ള പോംവഴി എന്ന് കൃത്യമായി മനസ്സിലാക്കി പഠിക്കാതെ നമ്മുടെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രവർത്തനം നടത്താതെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ കുട്ടികളുടെ ജീവിതം അനാഥാലമായി പോയില്ലേ. ഈ പറയുന്ന പോലെ തന്നെ ഇനി ഒരു രണ്ടാനമ്മ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ കുട്ടികളുടെ ജീവിതം എന്താകുമെന്ന ചോദ്യമാണ്. ഒരു പക്ഷേ ഹരിതകർമ്മസേന ജോലി ചെയ്യുന്ന ഒരു പ്രവർത്തകയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ വീട്ടിലെ ചുറ്റുപാട് എങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, സാമ്പത്തികപരമായി എങ്ങനെയാണ് അവർ കഴിയുക എന്ന് ചിന്തിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ആരെങ്കിലും കുട്ടികളെ ഏറ്റെടുക്കാതെ കുട്ടികളുടെ ജീവിതം അധോഗതിയാകുന്ന ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് വ്യക്തമാകുന്നത്. ഇതിപ്പോ ബിൻസിയുടെ ബന്ധുക്കളുടെ കൂടെയാണ് ഇപ്പോൾ കുട്ടികളെ പറഞ്ഞയച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രത്തോളമാണ് ഇനി അവരുടെ ഭാവി എന്നുള്ളത്. കാരണം അച്ഛൻ ഈ പറഞ്ഞ പോലെ ജയിലിലായി, അതിനുശേഷം ഇതൊക്കെ ഇപ്പോഴത്തെ ഇതൊരനുസരിച്ചിട്ട് ഇയാൾ കുറച്ച് കഴിഞ്ഞാൽ പുറത്തിറങ്ങുമായിരിക്കും. പക്ഷെ എന്നിരുന്നാലും ആ കുട്ടികൾക്ക് അത് ഉണ്ടാക്കുന്ന ഒരു ട്രോമ, അവര് ഏത് ക്ലാസ്സിലാണെന്ന് പറഞ്ഞിട്ടില്ല, എന്നിരുന്നാലും കുട്ടികൾ തന്നെയായിരിക്കും. സ്കൂളിൽ എന്ന് പറയുമ്പോൾ വളരെ ചെറിയൊരു പ്രായം തന്നെയായിരിക്കും. ഇപ്പോൾ ബിൻസിയുടെ ബന്ധുക്കളുടെ കൂടെ പറഞ്ഞയക്കാനാണ്, ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞയക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇന്ന് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് അച്ഛനും അമ്മേനെയും മകൻ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് തങ്കരാജോ അങ്ങനെ എന്തോ ആണ് പേര്, തങ്കരാജ് എന്ന പേര്. അച്ഛനും അമ്മയും 2 മക്കളാണ്. മോളുടെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ മോളുടെ പൈസ, മോള് കൊടുക്കുന്ന പൈസയിലാണ് ഇവർ 2 പേരും കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല, പക്ഷെ എന്നും മദ്യം കഴിക്കാനും ലഹരിക്ക് മറ്റുമായിട്ട് പൈസ എന്നും നിരന്തരം ചോദിക്കും. അത് കൊടുക്കാതെ വരുമ്പോൾ ഈ പറയുന്ന പോലെ വീട്ടിൽ പ്രശ്നങ്ങൾ നടക്കാറുണ്ടെന്നാണ് പറയുന്നത്. എന്നിട്ട് കഴിഞ്ഞ ദിവസം ഇതിനെ ചൊല്ലി ആദ്യം മകളുടെ വീട്ടിൽ പോയത്രേ ഈ പറയുന്ന ഈ മകൻ. അപ്പോൾ അവൾ പൈസ
കൊടുത്തില്ല, തിരിച്ച് വീട്ടിലെത്തിയിട്ടാണ് മാതാപിതാക്കളെ കുത്തിക്കൊല്ലുകയായിരുന്നു എന്ന് പറയുന്നത്. ഈ അയൽക്കാർ സൗണ്ട് കേട്ടു, ശബ്ദം കേട്ടു, പക്ഷെ അവർ വിചാരിക്കുന്നത് എന്നും ആ വീട്ടിൽ നടക്കുന്നതല്ലേ എന്ന് അവിടെ നിന്ന് ബഹളം കേൾക്കാറുണ്ട്. അച്ഛനും അമ്മയൊക്കെ തല്ലുന്നതും അതുപോലെ തന്നെ വഴക്ക് പറയുന്നതൊക്കെ കേൾക്കാറുണ്ടെന്ന് കരുതിയിട്ട് ആരും അത് അറിഞ്ഞില്ല. അതിനുശേഷം ഈ കൊലപാതകം നടത്തി ഇയാൾ അവിടെ നിന്ന് സൈക്കിളിൽ പോകുമ്പോൾ അടുത്തുള്ള ആൾക്കാരോട് പറയുകയാണ് അച്ഛനും അമ്മേനെ ഞാൻ കൊന്നു എന്ന് പറയുമ്പോഴാണ്, അവർ ഓടി വരുമ്പോഴാണ് ഇത്തരത്തിൽ അച്ഛനും അമ്മയും അവിടെ മരിച്ചു കിടക്കുന്നത് കാണുന്നത്. വളരെ 70 വയസ്സും അതുപോലെ തന്നെ 65 വയസ്സ് മാത്രമുള്ള അച്ഛനും അമ്മയാണ്. അതും പറയുന്നത് ലഹരിക്ക് അടിമയാണ്, ലഹരി അതില്ലാതെ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ഇയാൾ കൊലപാതകം നടത്തിയെന്ന് പറയുന്നത്. സാധാരണ വാർത്തയെ എല്ലാവരും കണ്ട് എല്ലാവരും മറന്ന് മറ്റു ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോൾ നിയമം കർശനമാണ്. അത് തന്നെയാണ് നമ്മൾ എല്ലാ ഒരു പീഡന വാർത്ത വരുമ്പോഴൊക്കെ തന്നെ നമ്മൾ പറയുന്നത്, നിയമം ഇനി കർശനമാക്കിയില്ലെങ്കിൽ ഇത് തന്നെ തുടരും എന്നുള്ളതാണ്. കാരണം ഇന്ന് യാതൊരു തരത്തിലുള്ളൊരു ക്രിമിനൽ പശ്ചാത്തലമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സുനിൽ എന്ന് പറയുന്നത് ചില നമ്മളിപ്പോൾ ഗ്രീഷ്മയുടെ ഒക്കെ കൊലപാതകം വന്നപ്പോൾ ഗ്രീഷ്മയൊക്കെ ഫോണിൽ ഒരുപാട് ഇതിനെക്കുറിച്ച് തെരഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായത് ഡിജിറ്റലായിട്ട് കാര്യങ്ങൾ അതിലൂടെ തെരഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഈ സുനിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു യാതൊരു ചാൻസും ഇല്ല. കാരണം അത്തരത്തിലുള്ള അറിവൊന്നും നേടിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു അറിവും നേടണമെന്നില്ല. കാരണം ഇവർക്ക് അപ്പത്തെ ഒരു ദേഷ്യത്തിൽ എൻ്റെ ഒരു ദേഷ്യം തീർക്കണം, അല്ലെങ്കിൽ ഞാൻ അവിടെ ജയിക്കണം എന്നുള്ളതിൽ ഒരു വെട്ടുകത്തിയോ അല്ലെങ്കിൽ ഈ മരം മുറിക്കുന്ന കോടാലിയോ അങ്ങനെ ഉപയോഗിച്ച് കൊല്ലുന്നു, ജയിലിൽ പോകാൻ തയ്യാറാണ്. അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ആ ഒരു നിമിഷത്തെ ദേഷ്യം, ആ ഒരു നിമിഷത്തെ പ്രകോപനത്തിൻ്റെ പേരിൽ അത് ചെയ്യുന്നു, അതവിടെ തീർന്നു, അത്രയേ ഉള്ളൂ. അതിനുശേഷം ആ മക്കളുടെ ഭാവി എന്താണ് അല്ലെങ്കിൽ സ്വന്തം ഭാവി എന്താണെന്നുള്ളത് അവർ ആലോചിക്കുന്നേ ഇല്ല. അറിയില്ല എവിടെ ചെന്ന് നിൽക്കും എന്നുള്ളത്. ആരുടെ കൈ കൊണ്ട് മരിക്കുമെന്നതൊരു ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം അത്ര മാത്രമേ പറയാൻ കഴിയുള്ളൂ. നേരം പുലർന്ന് നമ്മുടെ ഉടലിന് പുറത്ത് തലയുണ്ടെങ്കിൽ ഭാഗ്യം എന്ന് മാത്രം കരുതുക. എന്തായാലും ഇത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കൃത്യമായി ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെ പോകുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും തലയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും അടുത്ത ദിവസം കാണാം. അതിലേക്ക് നമസ്കാരം.